കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു അറസ്റ്റുമില്ല. പ്രതികളും വാഹനവും ഉടൻ പിടിയിലാകുമെന്ന് ഉറപ്പ് മാത്രമാണ് പോലീസ് നൽകുന്നത്. പോലീസിന്റെ മെല്ലെപ്പോക്കാണ് എന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നു. പ്രതികരണം റൂറൽ SP ഡോക്ടർ വൈഭവിന്റെ വാക്കുകൾ ആദ്യം. പാരലായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഉടൻ തന്നെ എന്നോട്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. റിപ്പോർട്ടിൽ വീഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് മേലെ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ വേണ്ടി ഞാൻ ഫോർവേഡ് ചെയ്യും. സ്കീം പ്രകാരം പോലീസ് ഫോഴ്സ് അവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിരുന്നു. കൊറിയ പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം സ്കീം നമ്മുടെ കയ്യിൽ വന്നു. കോർട്ടിൻ്റെ മാറ്റർ ആണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിട്ടില്ല കൂടുതൽ ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാം. അത് അന്വേഷിക്കാൻ വേണ്ടി അഡീഷണൽ SP സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഓൾറെഡി അയച്ചിട്ടുണ്ടോ. പിന്നെ ഒരു കേസ് രജിസ്റ്റർ ആയിരുന്നു. ആ കേസിൽ വളരെ കറക്റ്റായിട്ട് നീതി പ്രകാരം നിയമ നടപടി ഉണ്ടാവും. രാഗിനോട് വിവരങ്ങൾ. രാഗിനെ, ഇത്രയധികം വലിയ രാഷ്ട്രീയ വിവാദമായ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പോലീസിന്റെ നടപടികൾ വൈകുന്നു എന്നൊരു ആരോപണത്തിന് UDF മുതിരാൻ കാരണം? പോലീസിന് ഒരു മെല്ലെപ്പോക്ക് കൃത്യമായിട്ടുണ്ടോ? CPIM-ന്റെ കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ, മാത്രമല്ല വൈസ് ചെയർമാൻ ഉൾപ്പെടെ ഏകദേശം 50ഓളം പേരാണ് ഈ കേസിൽ പ്രതികളായി വന്നിരിക്കുന്നത്. സംഭവം ഉണ്ടായിട്ട് ഇത്രയും നേരം പിന്നിടുന്നു. ഇതുവരെയും ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. നടപടിക്രമങ്ങൾ പാലിച്ച് ഈ കാര്യങ്ങളൊക്കെ ഉടൻ ഉണ്ടാകുമെന്ന വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതായി വരും. കാരണം ജാമ്യമില്ലാത്ത വകുപ്പടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ വാഹനം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വാഹനം ചെയർപേഴ്സന്റെ വാഹനമാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ വാഹനം സീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രാഥമിക നടപടി എന്ന നിലയിൽ. ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതോടൊപ്പം തന്നെയാണ് ഇതിൽ വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകേണ്ട ഒരു ആവശ്യമില്ല. തങ്ങളുടെ കൗൺസിലറെ തട്ടിക്കൊണ്ടു പോകുമോ? UDF ആണ് അത് അക്കാര്യങ്ങൾ ചെയ്യുക. മാത്രമല്ല തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള വാദഗതികളാണ് CN മോഹൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല 250 മീറ്റർ അപ്പുറത്തുള്ള ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അവരെ കൊണ്ടുപോകുക മാത്രമാണ് ചെയ്തത്. അതങ്ങനെ തട്ടിക്കൊണ്ടുപോകലാകും എന്നൊക്കെ ചോദ്യമാണ് ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാത്രമല്ല ഇവരുടെ മകൾ നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ഉൾപ്പെടെ അടക്കം ചുമത്തുന്ന കേസ് കൂടിയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നതാണ് പോലീസിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ കേസിൽ പ്രതികളായി വന്നിരിക്കുന്നത്. അതിൻ്റെ സമ്മർദ്ദം സ്വാഭാവികമായിട്ടും ഉണ്ട് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വിമർശനം പോലീസിനെതിരെ ഉയർന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചും അവിടെ പ്രശ്നം അല്ലെങ്കിൽ അവിടെ മുദ്രാവാക്യം വിളിച്ചതിനും മറ്റുമൊക്കെയായി UDF നെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസുകളിൽ നടപടിക്രമങ്ങളിലേക്ക് ഇതുവരെയും പോയിട്ടില്ല എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരുപക്ഷെ കൗൺസിലർ ഡിസ്ചാർജ് ആയേക്കും. എന്തായാലും ഗുരുതര ആരോപണമാണ് ഈ നേതാക്കൾക്കെതിരെ അടക്കം ഉയർന്നിരിക്കുന്നത്. പോലീസ് ഇപ്പോഴും സാധാരണഗതിയിൽ വേഗത്തിൽ നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകുന്ന പോലീസ് പക്ഷേ ഈ കേസിൽ അല്പം ഒന്ന് മടിച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോഴും നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല.